Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Sorry, good morning. Okay, നമുക്ക് തുടങ്ങാം ക്ലാസ് തുടങ്ങാം. എല്ലാവരും റെഡി അല്ലേ? കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ 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 നമ്മളെ ഇനി എടുക്കാനുള്ളത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇനി എടുക്കാനുള്ളത് അല്ലെ? പബ്ലിക് റിലേഷൻസിന്റെ വകുപ്പുകൾ എന്താന്നുള്ളത് നോക്കാം. ഓക്കെ തുടങ്ങാം നമുക്ക്. 37 നമുക്ക് ടൈം പോവാണ്, ക്ലാസ്സസ് തീരില്ല. ഓക്കെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്താ? ഫസ്റ്റ് എന്താ? ഇഷ്യൂ ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജസ് ടു മീഡിയ. ഇഷ്യൂസ് ഇൻഫർമേഷൻസ് ആൻഡ് മെസ്സേജ് ടു മീഡിയ എന്താണ്? മീഡിയക്ക് വിവരങ്ങളും സന്ദേശങ്ങളും നൽകുന്നു. ഇഷ്യൂസ് കൊടുക്കുന്നു, നമ്മൾ മീഡിയക്ക് കൊടുക്കുന്നു. എന്താ കൊടുക്കണേ? ഇൻഫർമേഷൻസും മെസ്സേജും കൊടുക്കുന്നു. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അപ്പൊ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് അവരെന്താ ചെയ്യാ? എല്ലാവരും ഇവിടെ കേൾക്കണില്ല? എല്ലാവർക്കും മ്യൂട്ട് ചെയ്യണോ? ഓക്കെ 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 അപ്പൊ വേഗം നമുക്ക് സമയം 1 മണിക്കൂർ പെട്ടെന്ന് പോകും. നമുക്ക് വേഗം തീർക്കണം. എന്ന് വെച്ചാൽ എന്താ? ഇഷ്യൂസ് ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജ് ടു ഇന്ത്യ. മീഡിയക്ക് നമ്മള് ഇൻഫർമേഷൻസും വിവരങ്ങളും മെസ്സേജുകളും നമ്മൾ എന്താ ചെയ്യാ? കൊടുക്കുന്നു, കൈമാറുന്നു അല്ലെ? പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് എന്താ? എന്തെങ്കിലും പബ്ലിക് റിലേഷൻ എന്തെങ്കിലും ഡിസാസ്റ്റർ എന്തെങ്കിലും സംഭവിച്ച എന്തിന്റെ വിവരങ്ങളാണ് നമ്മൾ കൊടുക്കുക? അവിടെ എന്തെങ്കിലും ഡിസാസ്റ്റർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസാസ്റ്റർ അല്ലേ പഠിക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മെസ്സേജുകളും വിവരങ്ങളും നമ്മൾ മീഡിയക്ക് കൊടുക്കും. ആക്ട് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. എന്താ പറഞ്ഞേ? അവിടെ എന്താ പറഞ്ഞേ? അഡ്മിനിസ്ട്രേഷനും രോഗികളുടെ ബന്ധുക്കളും തമ്മിലുള്ള ആ ഒരു മധ്യസ്ഥരായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആക്ട് ആസ്. അവിടെ എങ്ങനെയാണ് ആക്ട് ചെയ്യണത്? മീഡിയേറ്റർ, ഒരു മധ്യസ്ഥായിട്ട് അല്ലെ? അവിടെ ഒരു മധ്യസ്ഥ വരും, മീഡിയേറ്റർ വരും. ആരാണ് അവിടെ മീഡിയേറ്റർ? ആരുടെ ഇടയിലാണ് തന്നെ? അഡ്മിനിസ്ട്രേഷനും ആൻഡ് പേഷ്യൻസ് റിലേറ്റീവ്സിനും. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനും പേഷ്യൻസ് റിലേറ്റീവിനും ഇടയില് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് വന്നത്. അഡ്മിനിസ്ട്രേഷനും രോഗികളുടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സും തമ്മിലുള്ള മധ്യസ്ഥ മീഡിയേറ്റർ ആയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ രണ്ടാമത് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെ പ്രവർത്തിക്കണേ? ഒരു മീഡിയേറ്റർ ആയിട്ട്, ഒരു മധ്യസ്ഥതായിട്ട്. ആര് തമ്മിലാ മീഡിയേറ്റർ? അണ്ടർലൈൻ ചെയ്തിടാ. ആര് തമ്മിലാ മീഡിയേറ്റർ? അഡ്മിനിസ്ട്രേഷനും ആൻഡ് പേഷ്യൻസ് റിലേറ്റീവ്സും. പേഷ്യൻസിന്റെ ബന്ധുക്കളും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് അവിടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്.
അണ്ടർലൈൻ ചെയ്താ? മീഡിയേറ്റർ ആരാന്ന് ചോദിക്കും. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് പ്രവർത്തിക്കുന്നതിന്റെ മീഡിയേറ്റർ ആരാന്ന് ചോദിക്കും. അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? സെൻട്രലൈസസ് ഇൻഫർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. എന്താ? കാഷ്വാലിറ്റിയിൽ എന്തെങ്കിലും വിവരങ്ങൾ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതാ സെൻട്രലൈസ്, എന്താ കേന്ദ്രീകരിക്കണം. അതിനായിരിക്കും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. കാഷ്വാലിറ്റിയിൽ ഇപ്പൊ എന്ത് എമർജൻസി കേസ് നടന്നാലും എന്ത് ഡിസാസ്റ്റർ നടന്നാലും ഫസ്റ്റ് എവിടെയായിരിക്കും വരുന്നത്? കാഷ്വാലിറ്റിയിൽ അല്ലേ? കാഷ്വാലിറ്റിയിലല്ലേ എല്ലാ കേസും വരുന്നത്. അപ്പൊ ഈ കാഷ്വാലിറ്റിയിൽ തന്നെ അവിടെ എന്തെങ്കിലും വിവരങ്ങൾ പേഷ്യൻസ് അവിടെ വന്നിട്ടാണ് അവിടെ നിന്നാണ് അഡ്മിഷൻ ആണോ അതോ വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യണോ എന്നുള്ള വിവരങ്ങൾ നമ്മൾ ചെയ്യണത്. ആദ്യം വരുന്നത് എവിടെയായിരിക്കും? കാഷ്വാലിറ്റിയിൽ, അത്യാഹിത വിഭാഗത്തിലാണ് ഏത് ഡിസാസ്റ്റർ പേഷ്യന്റും വരുന്നത് ഫസ്റ്റ് അല്ലെ? ഇപ്പൊ രാത്രി ആയാലും പകലായാലും OP-യിൽ വരുന്ന സാധാരണ ഒരു അസുഖമൊന്നും ഇല്ലാണ്ട് നോർമൽ ആയിട്ട് സാധാരണ അസുഖമുണ്ട് എന്നാൽ കാണുമ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നോർമൽ ആണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യന്റ് ആണ് OPD-യിൽ വരുന്നത്, ഔട്ട് പേഷ്യന്റ് OP-യിൽ വരുന്നത് അല്ലെ? അല്ലാതെ എമർജൻസി ആയ ഭയങ്കര സീരിയസ് ആയ എന്തെങ്കിലും പേഷ്യന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കാഷ്വാലിറ്റിയിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഡിസാസ്റ്റർ എന്തെങ്കിലും നടന്നിട്ടുണ്ട്, ആ പേഷ്യന്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ സെൻട്രലൈസ്ഡ്, അത് നമ്മൾ കേന്ദ്രത്തിലെത്തിക്കും, കേന്ദ്രീകരിക്കും. അതിനായിരിക്കണം വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അങ്ങനെ ഇമ്പോർട്ടന്റ് കൊടുക്കണം. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റില് ഫസ്റ്റ് സെൻട്രലൈസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഏതാ? അബൌട്ട് കാഷ്വാലിറ്റീസ്. കാഷ്വാലിറ്റിയിൽ വരുന്നതിനെ കുറിച്ച്, കാഷ്വാലിറ്റിയിലുള്ളതിനെ കുറിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഡി എന്താ? കൺട്രോൾസ് ഓൺ ഫോട്ടോഗ്രാഫ്സ്. എന്താ? ഫോട്ടോഗ്രാഫ്. ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ പത്രക്കാരും മീഡിയക്കാരും അറിയും ഫോട്ടോ എടുക്കാനായിട്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഫോട്ടോ എടുക്കാൻ അനുവദിക്കാൻ പാടില്ല, ഇല്ല. നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്. ആ മീഡിയക്കാരെയും പത്രക്കാരെയും നമ്മൾ കൺട്രോൾ ചെയ്യണം. അതും നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ 4ാമത്തെ ഡ്യൂട്ടിയാണ്. ഓക്കെ, കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്. നെക്സ്റ്റ് എന്താ? പ്രിപ്പയർ ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റഡ് കാഷ്വാലിറ്റി ലിസ്റ്റ്. എന്താ വേണ്ടേ? നമ്മൾ കാഷ്വാലിറ്റിയിൽ വരുന്ന ലിസ്റ്റുകൾ, എമർജൻസി നമ്മൾ പറഞ്ഞു അത്യാഹിത വിഭാഗത്തിലാണ് എന്ത് ഡിസാസ്റ്റർ നടന്നാലും എന്ത് എമർജൻസി കേസ് ഫസ്റ്റ് വരുന്നത്. അവിടെ അപ്ഡേറ്റ് ചെയ്ത കാഷ്വാലിറ്റി ലിസ്റ്റുകൾ നമ്മൾ എന്ത് വേണം? അത് പ്രിപ്പയർ ചെയ്യണം, തയ്യാറാക്കണം. അതുപോലെ തന്നെ അത് പോസ്റ്റ് ചെയ്യുകയും വേണം. എവിടെ പോസ്റ്റ് ചെയ്യണം? ഇവിടെ പോസ്റ്റ് ചെയ്യണം. ഇതിന്റെ റെക്കോർഡ്സ് ഇതിന്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രിപ്പയേഴ്സ് ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് കാഷ്വാലിറ്റി ലിസ്റ്റ്. കാഷ്വാലിറ്റിയിൽ ഇതിന്റെ ലിസ്റ്റ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. കാഷ്വാലിറ്റിയിലുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലും വിവരങ്ങൾ അതിനെ കുറിച്ചുള്ളത് വേണം നമ്മൾ അത് മുഖ്യ ഇമ്പോർട്ടന്റ് സെൻട്രലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിലെ ലിസ്റ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അപ്ഡേറ്റ് ചെയ്ത ലിസ്റ്റുകൾ അപ്പാപ്പ ഇന്ന് വന്ന പേഷ്യന്റ് ആണെങ്കിൽ ഇന്ന് തന്നെ വേണം, ഇന്ന് എന്താണോ നടന്നത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ അത് തയ്യാറാക്കി റെഡിയാക്കി പോസ്റ്റ് ചെയ്യുകയും വേണം. അപ്പൊ 5 പോയിന്റ് പറഞ്ഞു. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ 5 പോയിന്റ് ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? മീഡിയക്ക് മെസ്സേജുകളും വിവരങ്ങളും ഇഷ്യൂസ് കൊടുക്കുക. നെക്സ്റ്റ് എന്താ? രണ്ടാമത് പറഞ്ഞത് അഡ്മിനിസ്ട്രേഷനും പേഷ്യൻസിന്റെ റിലേറ്റീവ്സും തമ്മിലുള്ള ഒരു മീഡിയേറ്റർ, അതിന്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കണം. മൂന്നാമത് പറഞ്ഞത് എന്താ? കാഷ്വാലിറ്റിയിലെ വിവരങ്ങൾ അബൌട്ട് കാഷ്വാലിറ്റീസ് ഇൻഫർമേഷൻ നമ്മൾ അത് സെൻട്രലൈസ്, അതിന് വേണം ഒരു ഇമ്പോർട്ടന്റ് സെൻട്രലൈസ് ചെയ്യാൻ. പിന്നെന്താ? ഫോട്ടോഗ്രാഫ്സിന് നമ്മൾ കൺട്രോൾ ഓൺ ഫോട്ടോഗ്രാഫ്സ്. നെക്സ്റ്റ് എന്താ? കാഷ്വാലിറ്റി ലിസ്റ്റ്. അപ്പാപ്പുള്ള അതേത് സമയത്തുള്ള കാഷ്വാലിറ്റി ലിസ്റ്റുകൾ, അപ്ഡേറ്റഡ് ആയ കാഷ്വാലിറ്റി ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കിയ വേണം. അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുകയും വേണം. പ്രിപ്പയർ ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് കാഷ്വാലിറ്റി ലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ എന്താ? എന്തെങ്കിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ റിമെയിൻ ഇൻ ദയർ ഏരിയ, ഡിഫർ ഓൾ ഡെയിലി ആക്ടിവിറ്റീസ്. എല്ലാ ഡെയിലി ആക്ടിവിറ്റീസുകളും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അവരുടെ പ്രദേശത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. റിമെയിൻ ഇൻ ദയർ ഏരിയ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഡിസാസ്റ്റർ നടന്ന കാര്യം നമ്മൾ പറയണേ അല്ലെ? നമ്മൾ എന്താ പഠിക്കുന്നത്? അതാരും മാറിപ്പോകരുത്, ഡിസാസ്റ്റർ ആണ്. അപ്പൊ എന്തെങ്കിലും ഡിസാസ്റ്റർ നടന്ന് ആ ഏരിയയിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ നടന്നാൽ ഡിഫറെന്റ് ഓൾ ഡെയിലി ആക്ടിവിറ്റീസ്, അതിനെ വ്യത്യാസപ്പെട്ട് ഡെയിലി ആക്ടിവിറ്റീസ്, അവരുടെ ഡെയിലി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയണത്.
ഓക്കെ, അത് 3 പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ബി പ്രിപ്പയർഡ് ടു റിസീവ് ആൻഡ് ഹെൽപ്പ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ്, നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്. എന്താ പറഞ്ഞേ? ദുരന്ത ബാധിതരെ, ഡിസാസ്റ്റർ കാഷ്വാലിറ്റി, ദുരന്ത ബാധിതരെ നമ്മൾ എവിടെ സ്വീകരിച്ചു? കാഷ്വാലിറ്റിയില്. അവരെ സ്വീകരിക്കാനും സഹായിക്കാനും നമ്മൾ തയ്യാറാവണം. ഓക്കെ, ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ്, എന്തെങ്കിലും ദുരന്തം നടന്നിട്ടുള്ളവരെ നമ്മള് സ്വീകരിക്കാനും അവരെ സഹായിക്കാനും നമ്മൾ തയ്യാറാകണം. പിന്നെന്താ? നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്, അവർക്ക് എന്തെങ്കിലും അടിയന്തര ജീവൻ, എന്തെങ്കിലും അത്യാഹിതമായ ജീവൻ രക്ഷാ നടപടികൾ വേണമെങ്കിൽ അതും ആവശ്യമാണ്. അതിനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഒന്നും കൂടി പറയാ, in the emergency department, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പല ഏരിയയില്, ഡിഫറെന്റ് ഏരിയയില്, പല സ്ഥലത്ത് പല രീതിയിലാണ് ഡെയിലി നടക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ തയ്യാറാവണം. ബി പ്രിപ്പയർഡ്, നമ്മള് തയ്യാറാവണം. എന്തിനാ തയ്യാറാവണ്ടേ? ടു റിസീവ്, നമ്മൾ സ്വീകരിക്കാൻ, ആൻഡ് ഹെൽപ്പ്, ടു റിസീവ് ആൻഡ് ഹെൽപ്പ്, നമ്മൾ സ്വീകരിക്കാൻ വേണം, അതുപോലെ തന്നെ സഹായിക്കാൻ വേണം. ആര്? ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ് നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്. കാഷ്വാലിറ്റിയില് ഡിസാസ്റ്റർ ആയിട്ട് വന്നവര്, അല്ലെങ്കിൽ ദുരിതബാധിതര്, ദുരന്തത്തിൽ ഏറ്റുവാങ്ങിയ, അങ്ങനെ കാഷ്വാലിറ്റിയിൽ ദുരന്തം ഏറ്റുവാങ്ങിയ ദുരിതബാധിതരെ നമ്മൾ സ്വീകരിക്കാൻ വേണം, സഹായിക്കാൻ വേണം. അതുപോലെ തന്നെ എന്താ? അവരുടെ അടിയന്തരമായ ജീവൻ, എമർജൻസിക്ക് അവരെ അടിയന്തര ജീവൻ രക്ഷാ നടപടികൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം. അതും ആവശ്യമാണ്. അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്, അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? See that the extra nurses are assigned from the floor. എന്താ? അധിക നഴ്സുമാരെ നമ്മൾ ഓരോ ഫ്ലോറിൽ നിയോഗിക്കണം. ഒരു ഫ്ലോറിൽ ഒരുപാട് ഇങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചു, ഫ്ലോറുകളിൽ നഴ്സുമാർ ഒരുപാട് വേണം. സാധാരണ നോർമൽ ലെവലിൽ 1-2 നഴ്സുമാർ ഉണ്ടാവുള്ളൂ. പക്ഷേ the extra nurses are assigned from the floor. ഇങ്ങനെ ഡിസാസ്റ്റർ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് വേണം? അധികം നഴ്സുമാരെ, ഒരുപാട് നഴ്സുമാരെ ഓരോ ഫ്ലോറിലും നമ്മൾ ഇടണം. See the extra nurses are assigned from the floor. ഫ്ലോറില് പേഷ്യന്റ് ഡിസാസ്റ്റർ നടന്നു, കാഷ്വാലിറ്റി കഴിഞ്ഞു, മുകളില് വാർഡിലും റൂമിലൊക്കെ പോയി കിടക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ഫ്ലോറില് ഒരുപാട് എക്സ്ട്രാ നഴ്സസ്മാരെ ഇടണം. നെക്സ്റ്റ് എന്താ? Are accountable that crash cards are bought and kept in readiness in the triage area. എന്താ പറഞ്ഞേ? ഈ ട്രയാജ് ഏരിയയില് ക്രാഷ് കാർട്ടുകൾ വാങ്ങുകയും സജ്ജമായി സൂക്ഷിക്കുകയും ചെയ്യുന്നത് എന്താ? അക്കൗണ്ടബിൾ ക്രാഷ് കോഴ്സ് വാങ്ങുകയും ചെയ്യണം, അത് സൂക്ഷിക്കുകയും ചെയ്യണം. റീഡിനെസ് ഇൻ ദ ട്രയാജ് ഏരിയ, അതും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒന്നും കൂടി പറയാ, ട്രയാജ് ഏരിയയില് ക്രാഷ് കാർഡ്സ്, ട്രയാജ് ഏരിയയില് ക്രാഷ് കാർഡ്സ് വാങ്ങുകയും, ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചിട്ടില്ല എല്ലാരും? ഒന്ന് വായിച്ചു നോക്ക്, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? ക്രാഷ് കാർട്ട് നമ്മൾ എന്ത് വേണം?
അക്കൗണ്ടബിൾ ദാറ്റ് ക്രാഷ് കാർഡ്സ് ആർ ബ്രോട്ട്. നമ്മൾ വാങ്ങണം, ഒരുപാട് ക്രാഷ് കാർഡ്സുകൾ വാങ്ങുകയും വേണം, അതുപോലെ തന്നെ നമ്മൾ അത് സൂക്ഷിക്കുകയും വേണം. അത് അങ്ങനെ ചെയ്യുന്നതിന് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മള് ട്രയാങ് ഏരിയയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ക്രാഷ് കാർഡ്സ് എന്ന് വെച്ചാൽ എന്താ ക്രാഷ് കാർഡ്സ് എന്ന് വെച്ചാ? ക്രാഷ് കാർഡ്സ് എന്ന് വെച്ചാൽ എന്താ? ക്രാഷ് കാർഡ്സ് എന്ന് വെച്ചാൽ ഡ്രോയറുകൾ ഇല്ലേ, നമ്മുടെ ഇത് സൂക്ഷിക്കുന്ന സാധനങ്ങൾ, ഡ്രോയർ, ഷെൽഫുകളൊക്കെ പോലെ അങ്ങനെയുള്ള ഹോസ്പിറ്റലില് ക്രാഷ് കാർഡ്, കോഡ് കാർഡ്, ക്രാഷ് ട്രോളി അങ്ങനത്തെ ഉള്ള ഡ്രോയറുകൾ ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള ഇത് നമ്മൾ മേടിക്കണം. പേഷ്യൻസ് ഇപ്പൊ ഡിസാസ്റ്റർ നടന്നു, സംഭവിച്ചു, ഭയങ്കര ദുരന്തങ്ങളൊക്കെ നടന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരുപാട് ക്രാഷ് കാർഡ്സ് വാങ്ങുകയും വേണം, ആൻഡ് കെപ്റ്റ് അതുപോലെ തന്നെ സൂക്ഷിക്കുക. റീഡിംഗ്നെസ് ഇൻ ദ ട്രയാഗ് ഏരിയ, ട്രയാഗ് ഏരിയയിൽ നിന്ന്. അപ്പൊ ഈ ട്രയാഗ് ഏരിയയിൽ ക്രാഷ് കാർഡ്സുകൾ വാങ്ങുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നത് ആര് ഉത്തരവാദിത്തോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് റിലേഷൻസിന്റെ ഉത്തരവാദിത്തമാണ്. ആൻഡ് അക്കൗണ്ടബിൾ ക്രാഷ് കാർഡ്സ് ആർ ബോട്ട് ആൻഡ് കെപ്റ്റ് ഇൻ റീഡിംഗ്നെസ് ഇൻ ദ ട്രയാഗ് ഏരിയ. ട്രയാഗ് ഏരിയയിൽ നിന്നും ക്രാഷ് കാർഡ്സ് എന്ന് വെച്ചാൽ കബോർഡ്, ഷെൽഫൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഇതുകൾ. അത് ഇവരെ ഡിസാസ്റ്റർ നടന്നു, പേഷ്യന്റിനെ, അർജന്റ് ആയ പേഷ്യന്റിനെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റൂമിൽ അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യത്തിലായിരിക്കും. ഡിസാസ്റ്റർ ഒക്കെ നടന്ന പേഷ്യന്റ് ആണെങ്കിൽ ഭയങ്കര സീരിയസ് ആണെങ്കിലും കേസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ വാർഡിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? വാർഡിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? മറ്റു പേഷ്യൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കേസൊക്കെ ആവുമ്പോ അവരെ കാണാനും പോലീസ് ആയാലും പത്രക്കാരും അങ്ങനെ ഒരുപാട് പേര് വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്താ ചെയ്യാം? ഒരു പ്രത്യേക റൂം കൊടുക്കും. ആ റൂമിന്റെ ക്രാഷ് കാർഡ്സ് അതിന്റെ വാങ്ങുകയും വേണം, അതുപോലെ തന്നെ നമ്മൾ അത് സൂക്ഷിക്കുകയും വേണം ട്രയാഗ് ഏരിയയിൽ നിന്ന്. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് എന്താ ക്രാഷ് കാർഡ്സിന്റെ പേഷ്യൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താ? മേക്ക് ഷുവർ ദാറ്റ് എ പോർട്ടബിൾ എക്സ്റേ മെഷീൻ ബ്രോട്ട് ആൻഡ് കെപ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഇതുപോലെ തന്നെ ക്രാഷ് കാർഡ്സ് വാങ്ങണം, അതുപോലെ തന്നെ അത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ പോർട്ടബിൾ എക്സ്റേ മെഷീൻ, ചെറിയ എക്സ്റേ മെഷീൻ, എവിടെ പോയി നമുക്ക് പുറത്തു പോയാലും എവിടെ പോയാലും നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പോർട്ടബിൾ ആയ എക്സ്റേ മെഷീൻസ് വാങ്ങുകയും വേണം, അതുപോലെ തന്നെ സൂക്ഷിക്കുകയും വേണം. അതെവിടെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ എന്താ? പോർട്ടബിൾ എക്സ്റേ മെഷീൻ കൊണ്ടുവന്ന് നമ്മളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മേക്ക് ഷുവർ, ഉറപ്പുവരുത്താം. അപ്പൊ അതാണ് 4 പോയിന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് പറയണത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്താ? ഫസ്റ്റ് ഡ്യൂട്ടി എന്താ? ഫസ്റ്റ് ഡ്യൂട്ടി റിസീവ് ഹെൽപ്പ് ആൻഡ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റി. ദുരിത ബാധിതരെ സ്വീകരിക്കാനും അവരെ സഹായിക്കാനും നമ്മൾ തയ്യാറാവണം. ഡിസാസ്റ്റർ കാഷ്വാലിറ്റിയിലുള്ള ഒരുപാട് പേര് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ ടു റിസീവ് ആൻഡ് ഹെൽപ്പ്, റിസീവ് ചെയ്യാൻ വേണം, ഹെൽപ്പ് ചെയ്യാൻ വേണം. നെക്സ്റ്റ്, എക്സ്ട്രാ നഴ്സുമാർ വേണോ? അതിന് നമ്മൾ പല കാര്യങ്ങൾ ഫ്ലോറിൽ എക്സ്ട്രാ നഴ്സുമാരെ ഇടാം. പിന്നെന്താ? മൂന്നാമത്തെ പോയിന്റ് എന്താ? ക്രാഷ് കാർഡ്സ് വാങ്ങുകയും വേണം, അതുപോലെ തന്നെ അത് സൂക്ഷിക്കുകയും വേണം இந்த ട്രയാഗ് ഏരിയയിൽ നിന്ന്. നെക്സ്റ്റ് എന്താ? പോർട്ടബിൾ എക്സ്റേ, അത് എടുക്കുകയും വേണം, അതുപോലെ കെപ്റ്റിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പോർട്ടബിൾ എക്സ്റേ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. 4 ഡ്യൂട്ടിയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്. ഓക്കേണാ? ഓക്കേണാ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാ 4 പോയിന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസിൽ ഡിഫറെന്റ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും എല്ലാ ഡെയിലി ആക്ടിവിറ്റീസിന്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ആ 4 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സെക്യൂരിറ്റി. എന്താ സെക്യൂരിറ്റി? നെക്സ്റ്റ് പോയിന്റ് സെക്യൂരിറ്റി, സുരക്ഷ. നമുക്ക് നോക്കാം എന്താ സുരക്ഷ എന്ന്. ഡിസാസ്റ്റർ നമ്മൾ പഠിക്കണേ, അപ്പൊ സുരക്ഷ വേണം. എന്താ? സം ഓഫ് ദ ഡ്യൂട്ടീസ് സജസ്റ്റഡ് ആർ, നിർദ്ദേശിച്ചിട്ടുള്ള ചില ചുമതലകൾ എന്തൊക്കെയാ നോക്കാം. സം ഓഫ് ദ ഡ്യൂട്ടീസ് സജസ്റ്റഡ് ആർ, ചില ഡ്യൂട്ടികൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള ചില ഡ്യൂട്ടികൾ നോക്കാം. സെക്യൂരിറ്റിക്ക്, സുരക്ഷയ്ക്കുള്ള ഡ്യൂട്ടീസ് എന്താ? ഫസ്റ്റ് വൺ, വർക്ക് ഇൻ ക്ലോസ് കോഓപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്.
എന്താ ലോക്കൽ പോലീസുമായിട്ട് നമ്മൾ അടുത്ത സഹകരണത്തോടെ നല്ല സഹകരണത്തോടെ കൂടെ പെരുമാറുക. ക്ലോസ് ആയിട്ട് കോഓപ്പറേഷൻ സഹകരിക്കുക നമ്മൾ വിത്ത് ലോക്കൽ പോലീസ്. എന്തെങ്കിലും ഡിസാസ്റ്റർ നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിസാസ്റ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്ക് ഇൻ ക്ലോസ് ഓപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. അവിടുത്തെ ലോക്കൽ പോലീസ് ആയിട്ട് നല്ല ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. ലോക്കൽ പോലീസ് ആയിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കുക. ക്ലോസ് കോഓപ്പറേഷൻ. സെക്കൻഡ് പോയിന്റ്, മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താ ഹോസ്പിറ്റലിനകത്തും പുറത്തും നമ്മൾ അതിൻ്റെതായ ഓർഡർ പാലിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. എന്താ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ഓർഡർ വിത്തിൻ ദ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും നമ്മള് ഓർഡർ, ഒരു ഓർഡറില് ഓർഡർ എന്ന് വെച്ചാൽ എന്താ ഒന്നിനും നിയന്ത്രണം കൺട്രോൾ ഇല്ലാണ്ടല്ല, ഏറ്റവും കറക്റ്റ് ഓർഡറില് പക്ക ഓർഡറില് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓരോ കാര്യങ്ങളും സെക്യൂരിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയണേ ഡിസാസ്റ്ററില്. അപ്പൊ സെക്യൂരിറ്റിയിൽ നമ്മൾ ഓരോ ഓർഡറും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ? ഡയറക്റ്റ് ട്രാഫിക് സോ ആസ് നോട്ട് ടു ബ്ലോക്ക് ദ ഫ്രീ എൻട്രി ഓഫ് പേഷ്യൻസ് ക്യാരിയിങ് വെഹിക്കിൾസ് ടു ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താ ആശുപത്രിയിലേക്കും പുറത്തേക്കും വാഹനങ്ങളുമായി വരുന്ന രോഗികളെ സൗജന്യ പ്രവേശനം കൊടുക്കുക. അത് തടയരുത് അല്ലെ? ഇവിടെ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ആര് വന്നാലും സെക്യൂരിറ്റിമാർ ഓടി വരും. അവിടെ പാർക്ക് ചെയ്യരുത്, ഇവിടെ പാർക്ക് ചെയ്യരുത്, ഈ സമയത്ത് പേഷ്യന്റിനെ കാണാൻ പറ്റില്ല എന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും ഉണ്ട്. ആരോടി വരും? ആര് വരും? സെക്യൂരിറ്റി വരും ഇല്ലേ? അപ്പൊ ഡയറക്റ്റ് ട്രാഫിക് സോ ടു നോട്ട് ടു ബ്ലോക്ക്, അവിടെ ബ്ലോക്ക് ആവരുത്. ദ ഫ്രീ എൻട്രി, ഫ്രീ ആയിട്ട് ഓഫ് പേഷ്യൻസിനെ ക്യാരിയിങ് വെഹിക്കിൾ ടു ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലോട്ടും പുറത്തേക്കും വാഹനങ്ങളുമായി വരുന്ന രോഗികളെ നമ്മൾ എങ്ങനെ വേണം? സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഫ്രീ സേവനം കൊടുത്ത് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ ട്രാഫിക് തടയാതെ നമ്മൾ നോക്കണം. അവരുടെ ട്രാഫിക് തടയാതെ നമ്മൾ നോക്കണം. ഇറ്റ്സ് അവർ ഡ്യൂട്ടി. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ ലോക്കൽ പോലീസുമായിട്ട് നല്ല കോഓപ്പറേഷൻ ഇടപെടാം. പിന്നെന്താ? മാക്സിമം ഓർഡർ നോക്കാം. മൂന്നാമത്തെ എന്താ? ട്രാഫിക്കുമായിട്ട് ഫ്രീ എൻട്രി പേഷ്യൻസ് കെയറിങ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താ മൂന്നാമത്തെ പോയിന്റ്? ഹോസ്പിറ്റലിലും അതിന്റെ പുറത്തേക്കുമായിട്ടുള്ള സൗജന്യ കാര്യങ്ങൾ അത് തടയാനായിട്ട് നമ്മൾ ട്രാഫിക്കിനെ അറേഞ്ച് ചെയ്യാം. നാലാമത്തെ പോയിന്റ് എന്താ? പ്രൊട്ടക്ട് കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയ, പവർ സ്റ്റേഷൻ, ജനറേറ്റർ വർക്ക്. എന്താ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ് ഉണ്ട്, വർക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പവർ സ്റ്റേഷൻ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, വാട്ടർ സപ്ലൈ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഇൻസ്റ്റലേഷൻ, കീ ഇൻസ്റ്റലേഷൻ വെച്ചാൽ എന്താ? കീ ഇൻസ്റ്റലേഷൻ ഹോസ്പിറ്റലിന്റെ യന്ത്രോപകരണങ്ങള്, ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കാനുള്ള യന്ത്രോപകരണങ്ങള് നമ്മൾ എന്ത് വേണം? ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക. എന്തൊക്കെയാണ്? വർക്കിംഗ് ഏരിയ, പവർ സ്റ്റേഷൻ, ജനറേറ്റർ, വാട്ടർ ടാങ്ക്, വാട്ടർ സപ്ലൈ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് കറക്റ്റ് നോർമലി കൊണ്ടുപോകാം. പ്രോട്ടോകോൾ കീ ഇൻസ്റ്റലേഷൻ ഓഫ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയ, പവർ സ്റ്റേഷൻ, ജനറേറ്റർ, വാട്ടർ ടാങ്ക്, വാട്ടർ സപ്ലൈ. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് എന്താ? Restrain and strictly control access to the hospital. Direct the entry for authorized persons to appropriate areas. Ambulance to emergency. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിലേക്കുള്ള പ്രവേശനം കർശനമായിട്ട് അംഗീകൃത വ്യക്തികൾക്ക് എന്താ? ഉചിതമായ പ്രദേശമാണ്. Restrain and strictly control access to the hospital. Direct entry, നേരിട്ടുള്ള എൻട്രി authorized persons to appropriate areas relative to വെയിറ്റിംഗ് ഏരിയ, മീഡിയ റൂം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? സ്ട്രിക്ട്ലി കറക്റ്റ് എന്ത് വേണം? ഹോസ്പിറ്റലിലേക്കും പുറത്തേക്കുള്ള ഹോസ്പിറ്റലിന്റെ പ്രവേശനങ്ങൾ കർശനമായിട്ട് രോഗികളെ ഹോസ്പിറ്റൽ പ്രവേശനം നൽകുക. ഹോസ്പിറ്റലിൽ എല്ലാം. പിന്നെന്താ പറഞ്ഞേ? നെക്സ്റ്റ് പോയിന്റ് എന്താ? റിലേറ്റീവ്സ് ടു വെയിറ്റിംഗ് ഏരിയ, മീഡിയ ടു. ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യണം. ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ വെയിറ്റ് ചെയ്യണത് ഒന്നല്ലെങ്കിൽ എമർജൻസി കേസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലില്
ടു വെയിറ്റിംഗ് ഏരിയയില് ടു മീഡിയ റൂം. മീഡിയക്കാരൊക്കെ വന്നിരിക്കുക, ഡിസാസ്റ്റർ നടന്നില്ലേ? അപ്പൊ വെയിറ്റിംഗ് ഏരിയയിലും മീഡിയ ഏരിയയിലും ഇതിന് വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. അഞ്ചാമത്തെ എന്താ? ആറാമത്തെ പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യന്റ്. ഹോസ്പിറ്റലിലെ രോഗികളെ എന്താ? ഹോസ്പിറ്റലിലെ രോഗികളെ പേഷ്യന്റിന്റെ ഇതിൽ സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യാം. പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സൺസ് ആൻഡ് പേഷ്യന്റ്. ഹോസ്പിറ്റലിലുള്ള വ്യക്തികളെ പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, ഹോസ്പിറ്റലിലുള്ള രോഗികളെ പ്രൊട്ടക്ട് ചെയ്യാം. ആ 7 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചു നോക്കിയല്ലായിരുന്നു? ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ്? അപ്പൊ 7 പോയിന്റും ഒന്നുമില്ല. സെക്യൂരിറ്റി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ലോക്കൽ പോലീസിനെ ക്ലോസ് അത് സഹകരിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങളും ലോക്കൽ പോലീസിന് എന്താ അടുത്ത സഹകരണത്തോടുകൂടി പെരുമാറാം. പിന്നെ ഓർഡറുകൾ ഹോസ്പിറ്റലിന്റെ. 5th പോയിന്റ് ഒന്നുകൂടെ പറയോ? 5th പോയിന്റ് റിസ്ട്രെയിൻ ആൻഡ് സ്ട്രിക്ട്ലി കൺട്രോൾ ഹോസ്പിറ്റൽ ഡയറക്ട് എൻട്രി ഓതറൈസ്ഡ് പേഴ്സൺസ് അപ്രോപ്രിയേറ്റ് ഏരിയ ആംബുലൻസ് ടു എമർജൻസി റിലേറ്റീവ്സ് ടു വെയിറ്റിംഗ് ഏരിയ മീഡിയ റൂം. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിലോട്ട് നമ്മൾ എന്തെങ്കിലും കൺട്രോൾ ആക്സസ് ഇങ്ങനെ സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിസാസ്റ്റർ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാല് ആ ഒരു പ്രദേശത്തേക്ക് നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിടൂല, അല്ലെ? നമ്മൾ കടത്തി വിടോ? എല്ലാ പേഴ്സൺസിനെ അങ്ങോട്ട് കടത്തി വിടോ? ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആൾക്കാരൊന്നും അങ്ങനെ കടത്തി വിടൂല. അവിടെ ഭയങ്കര എമർജൻസി നടന്നത് ഡിസാസ്റ്റർ നടന്നത് കൊണ്ട് പോലീസും ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് കറക്റ്റ് സ്ട്രിക്ട്ലി കൺട്രോൾ വെക്കാം. ആക്സസ് ദ ഹോസ്പിറ്റൽ ഡയറക്ട് ദ എൻട്രി ഫോർ ഓതറൈസ്ഡ്. അവിടെ ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? അംഗീകൃത വ്യക്തികൾക്ക് അവർക്ക് നമ്മള് അവിടേക്ക് കടത്തിവിടാതെ ഓതറൈസ്ഡ് പേഴ്സൺസ് ടു അപ്രോപ്രിയേറ്റ്. അപ്പൊ എന്താ ഇതിന്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കേസ് നടക്കുന്ന സമയത്ത് അവർക്ക് ഒരു അപ്രോപ്രിയേറ്റ് ഏരിയ കൊടുക്കുക. ആംബുലൻസസ് അല്ലെങ്കിൽ എമർജൻസി ആയ ഈ ആംബുലൻസുകാർക്ക് അവർക്കൊരു അപ്രോപ്രിയേറ്റ് ആയ ഒരു നല്ലൊരു ഏരിയ അവർക്ക് നമ്മൾ കൊടുക്കുക. റിലേറ്റീവ്സ് ടു വെയിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ മീഡിയ അവർക്ക് നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഏരിയകളിൽ റെഡിയാക്കി കൊടുക്കാം. അതാ പറഞ്ഞത്. ഒന്നും കൂടി പറയാം. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിലേക്കുള്ള പ്രവേശനം, നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എൻട്രി അവർക്ക് പ്രവേശനമായിട്ട് കർശനമായിട്ട് നമ്മൾ നിയന്ത്രിക്കണം. ഓക്കെ, ഹോസ്പിറ്റലിലുള്ള എന്തെങ്കിലും അങ്ങനെ വരാൻ പാടില്ല എന്ന് നമ്മൾ പറയണം. ബ്ലോക്ക് ചെയ്തിടും. നമ്മുടെ ബ്ലോക്ക് കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദ റീസ്ട്രെയിൻ ആൻഡ് സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്ത് നമ്മൾ പറയാം. ഡിസാസ്റ്റർ നടന്നേക്കണ അല്ലെ, ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോവോ? നമ്മളെ കടത്തിവിടോ പോലീസ്? ഇല്ല. അപ്പൊ നമ്മളെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താ 1-2 പോലീസ് ഈ സംഭവമൊക്കെ നടന്ന് 5-6 മണിക്കൂറൊക്കെ കഴിയുമ്പത്തിനും ആളുകൾ പോയിട്ടുണ്ടാവില്ല, പക്ഷെ പോലീസുകാരൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെ? ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ ആളുകൾ അവിടെ ഇങ്ങനെ ഒരു എത്ര ദിവസം കഴിഞ്ഞാലും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കും. ഹോസ്പിറ്റലല്ലേ? അപ്പൊ നമ്മൾ എന്ത് വേണം? അങ്ങനെ എന്തെങ്കിലും നടന്നാൽ ഹോസ്പിറ്റലില് കൺട്രോൾ ആക്സസ് ടു ഹോസ്പിറ്റൽ ഡയറക്ട് എൻട്രി ഫോർ ഓതറൈസ്ഡ് അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മള് ഓതറൈസ്ഡ് പേഴ്സൺസ് ടു അപ്രോപ്രിയേറ്റ് അങ്ങനെയുള്ള ഏരിയകൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ആംബുലൻസസ് എങ്ങനെയുള്ള ഏരിയകളാ? ടു എമർജൻസി ആയിട്ടുള്ള ഒരു ആംബുലൻസ് അവർക്ക് പോകാം. റിലേറ്റീവ്സ് ടു വെയിറ്റിംഗ് ഏരിയയിൽ ആരിപ്പുണ്ട്? റിലേറ്റീവ്സ് ഇരിപ്പുണ്ട്. മീഡിയ ടു പത്രക്കാർ ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കടത്തി വിട്ടിട്ട് ബാക്കിയുള്ളവരെ സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യാം. ഓക്കെ, സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യാം. അതാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. റീസ്ട്രെയിൻ ആൻഡ് സ്ട്രിക്ട്ലി കൺട്രോൾ ഹോസ്പിറ്റൽ ഡയറക്ട് എൻട്രി നേരിട്ട് പ്രവേശിപ്പിക്കാന് ഓതറൈസ്ഡ് പേഴ്സൺസ് ടു അപ്രോപ്രിയേറ്റ് ഏരിയ അവരൊക്കെ ഒരു പ്രത്യേക ഏരിയയിലോട്ട് മാറ്റാം. ഓക്കെ, അത്രേ ഉള്ളൂ. മനസ്സിലായ? മറ്റുള്ളവരെ നമ്മൾ കർശനമായിട്ട് നിർത്താം. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കണ ഓതറൈസ്ഡ് പേഴ്സൺസ് പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ ഉള്ള അവരെ നമ്മൾ കറക്റ്റ് ടു അപ്രോപ്രിയേറ്റ് ഏരിയയിലോട്ട് അവരെ മാറ്റാം. മനസ്സിലായ? അപ്പൊ ഈ അംഗീകൃത വ്യക്തികൾ എന്ന് പറയണതാണ് ആര്? ഓതറൈസ്ഡ് പേഴ്സൺ.
ഈ അംഗീകൃത വ്യക്തികൾക്ക് നമ്മൾ ഒരു ഉചിതമായ ഒരു പ്ലേസ് കണ്ടുപിടിച്ചിട്ട് സൂട്ടബിൾ ആയ ഒരു അപ്രോപ്രിയേറ്റ് ആയ ഒരു ഏരിയ നമ്മൾ അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് നമ്മൾ മാറ്റാം. അവരിത് പറയണത് ആരൊക്കെ ആയിരിക്കും? ആംബുലൻസിൽ എമർജൻസി കേസുള്ള ഒരു ആംബുലൻസുകാരുണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, പിന്നെ മീഡിയക്കാര്, പത്രക്കാരൊക്കെ ഉണ്ടാവില്ലേ? ഇവരൊക്കെ കൂടി ഇടിച്ചു കയറി വന്നു ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ സ്ട്രിക്ട്ലി ആരെ കയറ്റിവിടരുത്, കൺട്രോൾ. ഇവരെ നമ്മൾക്ക് കടത്തി വിടാനും പറ്റില്ല, പക്ഷെ ഇവരെ നമ്മളെ പിളക്കാനും പറ്റൂല. അപ്പൊ ഇവരൊക്കെ നമ്മൾ ഒരു അപ്രോപ്രിയേറ്റ് ഏരിയയിലോട്ട് മാറ്റും. മനസ്സിലായ? ഇവരൊക്കെ നമ്മൾ എവിടൊക്കെ മാറ്റും? ഒരു അപ്രോപ്രിയേറ്റ് ഏരിയയിലോട്ട് മാറ്റും. അത്രേ ഉള്ളൂ 5ാമത്തെ പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ട്രിയാജ് എന്താ നമുക്ക് നോക്കാം. ട്രിയാജ് ദ പ്രോസസ് ഓഫ് സോർട്ടിങ്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് പോയിന്റുകൾ മാത്രം ഓർത്തിരിക്കാം. ഈ 5 പോയിന്റ് ഓർക്കാം. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സിന്റെ 5 പോയിന്റ് ഓർക്കാം. അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ 4 പോയിന്റ് ഓർക്കാം. പോർട്ടബിൾ എക്സ്റേ, ക്രാഷ് കാർഡ്സ് കൊണ്ടുവരാം. രണ്ടും ഏകദേശം സാമ്യത. ക്രാഷ് കാർഡ്സും പോർട്ടബിൾ എക്സ്റേയും അത് കൊണ്ടുവന്ന് സംരക്ഷിക്കുക. അത്രേ ഉള്ളൂ. ഇതില് പിന്നെ ഫ്ലോറിൽ ഒരുപാട് നഴ്സുമാര് വേണം, അങ്ങനത്തെ ഉള്ളൂ. പിന്നെ സെക്യൂരിറ്റിയുടെ 7 പോയിന്റ് ആയിട്ടൊന്നും വേണ്ട, ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ചോദിക്കും. അങ്ങനെ പഠിച്ചാൽ മതി, വെറുതെ വായിച്ചു വെച്ചാൽ മതി. ഇനി ട്രിയാജിൽ എന്താ? ദ പ്രോസസ് ഓഫ് സോർട്ടിംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദയർ റിക്രൂട്ട്മെന്റ് ഓഫ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആസ് കമ്പയർഡ് ടു ദയർ ചാൻസ് ഓഫ് ബെനിഫിറ്റിംഗ് ഫ്രം സച്ച് കെയർ. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ദ പ്രോസസ്. ട്രിയാജ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ ഇതിന്റെ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞതാ, വിചാരണ. ട്രിയാജ് എന്ന് വെച്ചാൽ എന്താ? വിചാരണ ചെയ്യണത്. വിചാരണ എങ്ങനെ? വിചാരണ നമ്മള് പേഷ്യൻസിനെ കെയർ ചെയ്യും. അവരുടെ പരിചരണത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്, എന്തെങ്കിലും പ്രയോജനം നേടാനായിട്ട് സാധ്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉടനെ വൈദ്യ ചികിത്സയ്ക്കുള്ള റിക്രൂട്ട്മെന്റിനെ അടിസ്ഥാനമാക്കി ആളുകളെ തരംതിരിക്കുക എന്ന് വെച്ചാൽ പ്രോസസ്. അതിന്റെ പ്രോസസ് എന്താ? സോർട്ടിങ് ഓഫ് പീപ്പിളിനെ തരംതിരിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ബേസ്ഡ് ഓൺ ദയർ റിക്രൂട്ട്മെന്റ്, അവരുടെ ഓഫ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണം, അതിന്റെ ആ റിക്രൂട്ട്മെന്റ് കമ്പയർഡ് ദയർ ചാൻസ് ഓഫ് ബെനിഫിറ്റിംഗ് ഫ്രം സച്ച് കെയർ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്, അവരായ ഇതിൽ നിന്ന് അത്തരം പരിചരണത്തിൽ അവർക്ക് പ്രയോജനം നേടാനായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്, എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ മെയിൻ കാര്യത്തിന് എന്തായിരിക്കണം? എന്തായിരിക്കണം? റിക്രൂട്ട്മെന്റ് ബേസ്ഡ് ഓൺ ദയർ റിക്രൂട്ട്മെന്റ് ഓഫ് ഇമ്മീഡിയറ്റ് റിക്രൂട്ട്മെന്റ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ ബേസിന്റെ അടിസ്ഥാനത്തിൽ വേണം അവർക്ക് കെയർ കൊടുക്കാനായിട്ട്. അതാ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ചാൻസ് ഓഫ് ബെനിഫിറ്റിംഗ്, യോജിച്ചത്, അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഫ്രം കെയറിൽ നിന്ന് ആ ഒരു കെയർ കൊടുക്കണം. അപ്പൊ ബെനിഫിറ്റ് ആയിട്ടുള്ള ആ ഒരു പരിചരണത്തിൽ നിന്ന് പ്രയോജനം കിട്ടാനായിട്ട് സാധ്യതയുള്ളതായിട്ട് അവർക്ക് തോന്നണം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ ട്രയാഗ് ഈസ് ദൻ എമർജൻസി റൂം. അതിൽ ഫസ്റ്റ് പോയിന്റ് ഒന്നും ഇല്ല ഇമ്പോർട്ടന്റ്. സെക്കൻഡില് എമർജൻസി റൂം, ഡിസാസ്റ്റർ, വാർ, ലിമിറ്റഡ് മെഡിക്കൽ റിസോഴ്സ് മസ്റ്റ് ബി അലോട്ടഡ് ടു ചാൻസ് നമ്പർ ഓഫ് സർവീസ്. എന്ന് വെച്ചാൽ എന്താ? അതിജീവിച്ചവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പരിമിതമായ മെഡിക്കൽ വിഭവങ്ങൾ അനുവദിക്കുമ്പോൾ എമർജൻസി റൂം ദുരന്തത്തിലും യുദ്ധങ്ങളിലും വിചാരണ ചെയ്യപ്പെടുന്നു. ഒന്നുമില്ല. ട്രാഗ് ഡൺ എമർജൻസി, അത് നമ്മൾ വിചാരണ. ഈ ട്രിയാഗ് എന്ന് വെച്ചാൽ വിചാരണ. എവിടേക്കാണ് വിചാരണ? എമർജൻസി റൂം, ഡിസാസ്റ്റർ, വാർ. വെൻ ലിമിറ്റഡ് മെഡിക്കൽ റിസോഴ്സസ് മസ്റ്റ് ബി അലോട്ടഡ് എൻഹാൻസ് നമ്പർ ഓഫ് സർവീസ്. അറിഞ്ഞിരുന്നാൽ മതി, വേറെ ഒന്നുമില്ല അതില്. നെക്സ്റ്റ് കാറ്റഗറി 1. നമ്മൾ എങ്ങനെയാണ് ട്രിയാഗ് ചെയ്യണത്? വിചാരണ ചെയ്യണേന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ എന്താ വിചാരണ എന്ന് പഠിച്ചു. എന്താ വിചാരണ? പ്രോസസ് ഓഫ് സോർട്ടിംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ റിക്രൂട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ട്രിയാഗ് ചെയ്യണത്. പിന്നെ അതിൽ ട്രിയാഗ് ചെയ്യുമ്പോൾ ആർക്കൊക്കെ ചെയ്യാം? എമർജൻസി റൂം, ഡിസാസ്റ്റർ, വാർഡ്സ്. ഈ ട്രിയാഗ് ഡൺ അതിലൊക്കെ ലിമിറ്റഡ് മെഡിക്കൽ റിസോഴ്സസ് മസ്റ്റ് ബി അലോഡ് സർവൈവേഴ്സ്. എന്ന് വെച്ചാല് അതിജീവിച്ചവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട്. സർവൈവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? അതിജീവിച്ചവര്. ഇതിൽ രക്ഷപ്പെട്ടവര്, മരിച്ച് ജീവിച്ചവര് എന്ന് വെച്ചാൽ ദുരന്തം നടന്നു എന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതിൽ അതിജീവിച്ചവരുടെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് മെഡിക്കൽ വിഭവങ്ങൾ അനുവദിക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം? എമർജൻസി റൂം, ഡിസാസ്റ്റർ, പിന്നെന്താ? എന്തെങ്കിലും യുദ്ധങ്ങളിലൊക്കെ അവരിങ്ങനെ യുദ്ധങ്ങളിൽ എമർജൻസി റൂമിൽ, ഡിസാസ്റ്ററിലൊക്കെ വിചാരണ ചെയ്യപ്പെടും. അത്രേ ഉള്ളൂ. അതിലൊന്നും ഒരു ഇമ്പോർട്ടന്റ് ഇല്ല. ഇമ്പോർട്ടന്റ് വരുന്നത് ഇവിടെയാണ്. കാറ്റഗറി 1 അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കാം. വിഭാഗത്തിൽ എന്തെല്ലാം വിഭാഗങ്ങളുണ്ട്? കാറ്റഗറി 1 എന്താ? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. ഇതിലൊരു പേഷ്യന്റ് വന്നു അല്ലെ, നമ്മൾ എന്താ പറയണേ? ട്രിയാഗ് വിചാരണ എങ്ങനെ ചെയ്യണേന്നല്ലേ?
അപ്പൊ കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഫസ്റ്റ് എന്താ? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അത് അണ്ടർലൈൻ ചെയ്തിടാം. കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. എങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാം? സിവിയർ ബ്ലീഡിംഗ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ഹൈവോവോളിമിക് ഷോക്ക്, എക്സ്ട്രിമിറ്റി സെവരിറ്റി ഇൻജേർഡ്, ഫേഷ്യൽ ബേൺസ്, ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. എന്താ? കഠിനമായ രക്തസ്രാവം, സിവിയർ ബ്ലീഡിംഗ്. എഴുതി വെക്കാം. സിവിയർ ബ്ലീഡിംഗ് എന്താ? ഭയങ്കര ബ്ലഡ് വരല്, ബ്ലീഡിംഗ് നിൽക്കണില്ല, ഭയങ്കര ബ്ലഡ്, സിവിയർ ബ്ലീഡിംഗ്. ഒബ്സ്ട്രക്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി ആക്ട്, അവർക്ക് ശ്വാസകോശത്തിന് റെസ്പിറേറ്ററി ശ്വാസകോശത്തിന് എന്തെങ്കിലും തടസ്സം വരുന്നത്, എന്തെങ്കിലും ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്, ഒബ്സ്ട്രക്ഷൻ. ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്. ന്യൂമോതൊറാക്സ് എന്ന് വെച്ചാലും ശ്വാസമുട്ടായിട്ട് ബന്ധപ്പെട്ടത്. ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് ബ്ലഡില് വരുന്നത്. ഹൈവോവോളിമിക് എന്ന് വെച്ചാൽ എന്താ? ഹൈപ്പോവോളിമിക് ഷോക്ക്. എന്താ ഹൈപ്പോവോളിമിക് ഷോക്ക്? ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് വെച്ചാൽ എന്താ? അത് സിവിയർ ഹൈപ്പോവോമിലിമിയ എന്ന് വെച്ചാൽ എന്താ? അത് ചികിത്സിച്ചില്ലെങ്കിൽ ഭയങ്കര ബ്ലീഡിങ് വരും. ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പെട്ടെന്ന് നമ്മള് ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ബ്ലീഡിങ് വരുന്നത്. ഭയങ്കര നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് സിവിയർ ബ്ലീഡിങ് എന്ന്. നമ്മുടെ ശരീരത്തിന് വളരെയധികം രക്തമോ ദ്രാവകമോ നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു മെഡിക്കൽ അടിയന്തരാവസ്ഥയാണ് ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താ ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തില് വളരെയധികം രക്തമോ ദ്രാവകമോ ബ്ലഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ദ്രാവകമോ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മെഡിക്കൽ അടിയന്തരാവസ്ഥയ്ക്ക് ഒരു ഹൈപ്പോവോളിമിക് ഷോക്ക് വരും. നമ്മുടെ ശരീരത്തിന് എന്ത് വരും? ഹൈപ്പോവോളിമിക് ഷോക്ക് വരും. അപ്പൊ അറിയാത്തവർ എഴുതി വെച്ചോ. നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും ബ്ലഡും പോകുമ്പോ നമുക്ക് വരുന്ന ഷോക്കാണ് ഹൈപ്പോവോളിമിക് ഷോക്ക്. കിട്ടിയാ? ഓക്കെ, അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാ? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കാറ്റഗറി 1 പ്രയോറിറ്റി 1 ആണ്. അതിന്റെ ലക്ഷണങ്ങൾ എന്താ? സിവിയർ ബ്ലീഡിങ്, ഒബ്സ്ട്രക്ഷൻ റെസ്പിറേറ്ററി, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ഹൈപ്പോവോളിമിക് ഷോക്ക്, എക്സ്ട്രിമിറ്റി സെവരിറ്റി ഇൻജേർഡ്, ഫേഷ്യൽ ബേൺസ്, ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി. എന്താ എക്സ്ട്രിമിറ്റി സെവരിറ്റി ഇൻജേർഡ് എന്ന് വെച്ചാൽ എന്താ? കൈകാലുകൾക്ക് പരിക്ക്. അപ്പൊ കാറ്റഗറി 1 വേണ്ടത് ഇതൊക്കെ. ഏതാ കാറ്റഗറിന്ന് ചോദിക്കൂ. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആർക്കൊക്കെ കൊടുക്കണം എന്ന് ചോദിക്കും. എഴുതി വെക്കാം. എക്സ്ട്രീമിലി സെവറിലി ഇൻജേർഡ് എന്ന് വെച്ചാൽ എന്താ? കൈകാലുകൾക്ക് ഗുരുതരമായ പരിക്ക്. പിന്നെ മുഖത്തെ പൊള്ളല്, ഫേഷ്യൽ ബോൺ, ചിലവരെ മുഖം പൊള്ളൂലേ, അത് ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ആക്ട്. പിന്നെന്താ? മുകളിലെ ശ്വാസകോശത്തിന് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ശരീരത്തിലുള്ള ശ്വാസം ഉണ്ട്, ആ ശ്വാസകോശത്തിന് പൊള്ളലേറ്റാൽ എന്ന് വെച്ചാൽ ലങ്സിന് അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ലങ്സിന് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എന്താ? ലങ്സ് മൊത്തം കത്തി തീരൂലേ? സ്പോഞ്ച് പോലെയാണ് നമ്മുടെ ശ്വാസകോശം എന്ന് പരസ്യത്തിൽ പറയണില്ലേ? സ്പോഞ്ച് പോലെയാണ് നമ്മുടെ ശ്വാസകോശം. അപ്പൊ ഈ സ്പോഞ്ചിന് പെട്ടെന്ന് തീ പിടിച്ചാൽ പെട്ടെന്ന് കത്തിപ്പോവില്ലേ? അപ്പൊ കാറ്റഗറി 1 എന്താ? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആർക്കൊക്കെ കൊടുക്കും? സിവിയർ ബ്ലീഡിങ്, ഒബ്സ്ട്രക്ഷൻ റെസ്പിറേറ്ററി, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ഹൈപ്പോവോളിമിക്, എക്സ്ട്രീമിലി സിവിയർ ഇൻജേർഡ്, എക്സ്ട്രീമിലി സിവിയർലി ഇൻജേർഡ്. ഓക്കെ, കാറ്റഗറി 2 എന്താ? ഡിലേഡ് ട്രീറ്റ്മെന്റ്. കുറച്ച് താമസിച്ചിട്ടൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. അതാർക്കൊക്കെ? ഫ്രാക്ചേഴ്സ്, ഡിസൊല്യൂഷൻ, അബ്ഡോമൻ ഇഞ്ചുറി, ടു അബ്ഡോമൻ, തൊറാക്സ്, പിന്നെന്താ? യൂറോജെനിറ്റിക്കൽ ട്രാക്ട്, സ്കള്ള്, ബ്രെയിൻ 2 and 3 എന്ന് വെച്ചാൽ എന്താ? എന്താ പറഞ്ഞേ? നമ്മൾ വൈകിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാം. വൈകിട്ട് ട്രീറ്റ്മെന്റ് കുറച്ച് വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. കാണുമ്പോ ആ പേഷ്യന്റ് വല്ല നോർമൽ, അത്ര വലിയ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് ട്രീറ്റ്മെന്റ് വൈകി കൊടുക്കും. അങ്ങനെയുള്ള പേഷ്യന്റ് ആണ് ഒടിവ്, കയ്യും കാലൊക്കെ ഒടിഞ്ഞു വന്ന പേഷ്യന്റ്, ഫ്രാക്ചേഴ്സ് ആയ പേഷ്യന്റിന് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്താ? നെക്സ്റ്റ് എന്താ? ഡിസൊലേഷൻ, ഡിസ്ലൊക്കേഷൻ, സ്ഥാനഭ്രംശം, ഡിസ്ലൊക്കേഷൻ. പിന്നെ അബ്ഡോമൻ ഇഞ്ചുറി, വയറിലുള്ള എന്തെങ്കിലും മുറിവ്, ടു അബ്ഡോമൻ, വയറിലുള്ള എന്തെങ്കിലും ഒരു മുറിവ്. പിന്നെ തൊറാക്സ്,
പിന്നെന്താ യൂറോജെനറ്റിക്കൽ ട്രാക്ട്, സ്കള്ള്, ബ്രെയിന്, 12 degree ബേൺസ്, പൊള്ളല്, തലയോട്ടി, തലച്ചോറ്, എന്തെങ്കിലുമൊക്കെ പൊള്ളല്, തലയോറി, തലയോട്, തലച്ചോറൊക്കെ പെൽപ്പയും പൊട്ടല്. അപ്പൊ ഒന്നുമില്ല, ഡിലേഡ് ട്രീറ്റ്മെന്റ് ഓർത്തിരിക്കുക. രണ്ടാമത്തെയാണ് ഡിലേഡ് ട്രീറ്റ്മെന്റ്. അതെന്തെല്ലാം കാര്യങ്ങളാണെന്ന് ചിലപ്പോ പിക്കൗട്ട് തരും. പിക്കൗട്ട് തന്നിട്ട് പറയും താഴെ കാണുന്നതില് ഇതില് എന്താ ഡിലേഡ് ട്രീറ്റ്മെന്റ് അല്ലാത്തത് ഏത്, ചിലപ്പോ ഡിലേഡ് ട്രീറ്റ്മെന്റ് ആയത് ഏത്. നല്ലോണം വായിക്കാം പഠിച്ചേ. നമ്മൾ പോകുമ്പോ നല്ലോണം വായിച്ചിട്ട് വേണം ഇത് കാണിച്ചു കൊടുക്കാൻ. നെക്സ്റ്റ് എന്താ കാറ്റഗറി 3 മിനിമം ട്രീറ്റ്മെന്റ്, സാധാരണ ലെവലിലുള്ളത്. അതാണ് എന്താ ഫ്രാക്ചർ, സ്ട്രെയിൻ. ഫ്രാക്ചർ, സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ ഉളുക്ക്, എന്തെങ്കിലും ഉളുക്കി, കാലുളുക്കിയാ ഭയങ്കര വേദന ആയിരിക്കും. നമ്മൾ പറയും കാലൊടിഞ്ഞേന്ന്, ചിലപ്പോ ഉളുക്ക് മാത്രം ഉണ്ടാവുള്ളൂ അല്ലെ. അങ്ങനെ ഉളുക്കാണെങ്കിൽ കാറ്റഗറി 3 മിനിമം ട്രീറ്റ്മെന്റ്, ഫ്രാക്ചർ മിനിമം ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് കാറ്റഗറി 4 എന്താ എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ്. എന്താ എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ്, എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ്, പ്രതീക്ഷിക്കുന്ന ചികിത്സ. നമ്മൾ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യണത്? എക്സ്പെക്ട് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കണേ? കാറ്റഗറി 4 എക്സ്പെക്ട്. എന്തേ ഡൈങ് ഓർ ഇഞ്ചേർഡ് വിത്ത് നോ ചാൻസ് സർവൈവൽ. എന്താ എങ്ങനെ അതിജീവിക്കാൻ സാധ്യതയില്ലാതെ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നത്. നമുക്ക് ജീവിക്കാൻ താല്പര്യമില്ല, പക്ഷെ നമ്മള് ട്രീറ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ മരിക്കാൻ താല്പര്യമില്ല. വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. വിത്ത് നോ ചാൻസ് സർവൈവൽ എന്താ അതിജീവിക്കാൻ സാധ്യതയില്ലാതെ പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്താല് നമുക്ക് ജീവിക്കാനായിട്ട്, ഇനി മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റണില്ല. അതിന്റെ സാഹചര്യം നമ്മളെ പറ്റിക്കണില്ല. അപ്പൊ ആ സമയത്ത് നമ്മുടെ ട്രീറ്റ്മെന്റ് ആയാലും എന്താ ചെറിയ മുറിവൊക്കെ ആയാലും നോക്കാം. ഓക്കെ, സോറി. എല്ലാരും ഇവിടെ ഇല്ലേ? 29 ആളായി. ബോറടിച്ച് പോയി. ഭയങ്കര ബോറടി ഉണ്ടാ? ഇല്ലല്ലേ? എനിക്കും ബോറടിച്ച്. ഇതിങ്ങനെ പറയണോ? ഇനി പറയാൻ എന്തൊരു പാടാ. നെക്സ്റ്റ് എന്താ എക്സ്പെക്ട്, നമ്മൾ പ്രതീക്ഷിക്കുക. അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ പോയിന്റ് ഇതിലൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. കാറ്റഗറി 1 ഏതാ, 2 ഏതാ, 3 ഏതാ, 4 ഏതാന്ന് നോക്കാം. അത്രേ ഉള്ളൂ. കാറ്റഗറി 1 2 നല്ലോണം പഠിക്കുക. മനസ്സിലായ? കാറ്റഗറി 1 2 പോയിന്റ്സ് നല്ലോണം നോക്കാം. ഉറപ്പില്ല, അതിനൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. അടുത്തത് ടാഗിങ് എന്താ? എക്സ്പെക്ട് 4 ഡൈങ് മരിച്ചവരിട്ടാ, മരിക്കും എന്നൊരു ചാൻസ് ഇല്ല. അവർ രക്ഷപ്പെടുമെന്ന്, നമുക്ക് അതിജീവിച്ച് വരുമെന്ന് ഉറപ്പില്ലാത്തവര് കാറ്റഗറി 4 എക്സ്പെക്ട് ട്രീറ്റ്മെന്റ്. അതിജീവിച്ചവര് പ്രതീക്ഷിക്കാം. നമുക്ക് ഡൈങ് ഒന്നുമില്ലെങ്കിൽ മരിക്കും, ഓർ ഇഞ്ചേർഡ് അല്ലെങ്കിൽ ചെറിയ മുറിവ്, വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. നമുക്ക് എന്ത് വേണമെങ്കിലും അതിജീവിക്കാൻ സാധ്യതയില്ല. ഓക്കെ, പിന്നെ ടാഗിങ് എന്താന്ന് നോക്കാം. ക്രിട്ടിക്കൽ ടാഗിങ് റിമൂവിങ് പേഷ്യൻസ് ഡിസാസ്റ്റർ സമയത്ത്, ദുരന്ത സമയത്ത് രോഗികളെ നീക്കം ചെയ്യാനുള്ള മുൻഗണന എന്താണ്? ദുരന്ത സമയത്ത് നമ്മൾ പേഷ്യന്റിനെ എങ്ങനെ നീക്കം ചെയ്യാൻ, റിമൂവ് ചെയ്യും പേഷ്യൻസിനെ, അതിനെന്തെങ്കിലും മുൻഗണന ഉണ്ട്. എന്ത് മുൻഗണന നോക്കിയിട്ടാണ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഈ കളറുകളൊക്കെ കറക്റ്റ് നോക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 പോയിന്റ്, ഇനി പറയണ 4 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. വേഗം നോക്കാം. നമുക്ക് ഇന്ന് എടുത്ത് തീർക്കാം വേട്ടെ. ഓക്കെ, അപ്പൊ ടാഗിങ് ശ്രദ്ധിച്ചിരുന്നോ? പേഷ്യൻസിന്റെ ഡിസാസ്റ്റർ സൈറ്റില് എന്ത് നോക്കിയിട്ടാ നമ്മൾ ഈ പേഷ്യൻസിനെ ഇങ്ങനെ റിമൂവ് ചെയ്യണത്? അത് ഇമ്പോർട്ടന്റ് ആണെന്ന് വീണ്ടും പറയാൻ കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ടാഗ് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ദുരന്ത സമയത്ത് രോഗികളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുൻഗണന. ദുരന്ത സമയത്ത് ഡിസാസ്റ്റർ സൈറ്റില് നമ്മൾ എങ്ങനെ പേഷ്യൻസിനെ നീക്കം ചെയ്യാം, ഓരോന്ന് നോക്കിയിട്ടാ. റെഡ് ടാഗ്, ഫസ്റ്റ് റെഡ് ടാഗ് നോക്കും. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? റെഡ് ടാഗ് കൊടുക്കും. അണ്ടർലൈൻ ചെയ്തിടാം. ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ് ടാഗ്, അർജന്റ് പേഷ്യൻസിന് അല്ലെ, ഗുരുതരമായ പേഷ്യന്റിന് റെഡും, അടിയന്തരമായ പേഷ്യൻസ്, അർജന്റ് പേഷ്യൻസ്, കുറച്ച് വലിയ ഗുരുതരമല്ല എന്നാ വലിയ സിമ്പിളും അല്ല, ഇത് ഇച്ചിരി സീരിയസ് ആണ്, അങ്ങനെയുള്ള പേഷ്യൻസിന് യെല്ലോ ടാഗ്. വാക്കിംഗ് വൂണ്ടഡ്, അവർക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് പക്ഷെ അവർക്ക് നടക്കാൻ പറ്റും അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിന് ഗ്രീൻ ടാഗ്. പിന്നെന്താ ഡെഡ്, അവര് മരിച്ചവർക്ക് നമ്മൾ എന്ത് കൊടുക്കും? ബ്ലാക്ക് ടാഗ്. ചില ഹോസ്പിറ്റലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ, മിക്ക ഹോസ്പിറ്റലിലും ഇപ്പൊ ഉണ്ട്. ഫസ്റ്റ് വരുമ്പോ തന്നെ
ആ സ്ക്രീനിൽ ചിലപ്പോ എമർജൻസി ഐസിയുന്റെ മുമ്പിൽ ഉണ്ടാവും. ഐസിയുടെ മുമ്പില് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വലിയ ഓപ്പറേഷൻ ഒക്കെ നടത്താം, അതിന്റെ ഒക്കെ മുമ്പിൽ ഉണ്ടാവും, ഐസിയുന്റെ മുമ്പില് കളർ വെച്ചിട്ടുണ്ടാവും റെഡ്. അപ്പൊ നമ്മൾ വിചാരിക്കും റെഡ്, നമ്മുടെ പേഷ്യന്റ് ഒക്കെ അവിടെ കിടക്കണുണ്ടെങ്കിൽ നമ്മൾ നോക്കും ഇതില് റെഡ് ആണോ വരാ, ഇതില് നമ്മുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ നമുക്കറിയാലോ, ആ കണ്ടീഷൻ വെച്ച് നമുക്ക് നോക്കും, ഓ ഇങ്ങനെയാണല്ലേ എന്ന്. അപ്പൊ നമുക്കറിയാൻ പറ്റും പേഷ്യന്റ് ഏത് അവസ്ഥയിലാണെന്ന്. ഓക്കെ, അപ്പൊ ഈ 5 ടാഗും നല്ലോണം പഠിക്കാം. 4 ടാഗ് ഉണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ്. ഈ ലാസ്റ്റ് ചിലപ്പോ ഫസ്റ്റ് ടാഗ് എന്ന് ചോദിക്കൂ, ഏതാ ഫസ്റ്റ് ടാഗ്? റെഡ്. അല്ലെങ്കിൽ ചോദിക്കും റെഡ് ടാഗ് കൊടുക്കണത് ഏത് പേഷ്യൻസിനാണെന്ന് ചോദിക്കൂ. ഏത് പേഷ്യൻസിനാ? ക്രിട്ടിക്കൽ പേഷ്യൻസിന്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ടാഗിങ്, ക്രിട്ടിക്കൽ. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ്, അർജന്റ് പേഷ്യൻസിന് യെല്ലോ, ബാക്കി മൂണ്ടഡിന് ഗ്രീന്, ഡെഡ് പേഷ്യൻസിന് ബ്ലാക്ക്. എന്തെങ്കിലും മരിക്കണവർക്ക് ബ്ലാക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ നോക്കാം നമുക്ക് ഏത് ടാഗാ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഏത് ടാഗാ തന്നെ. നമുക്ക് ഗ്രീൻ ടാഗ് തന്നാൽ നമുക്ക് വിചാരിക്കാം കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബ്ലാക്ക് ടാഗ് തന്നാൽ നമ്മൾ വിചാരിക്കുക നമുക്ക് ഭയങ്കര മരിച്ചു കഴിഞ്ഞാൽ. പിന്നെ റെഡ് തന്നാലോ ക്രിട്ടിക്കൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ടാഗ് വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് START. START എന്താ? സിമ്പിൾ, ട്രയാഗ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. നമുക്ക് നോക്കാം സ്റ്റാർട്ട് എന്ന് പറയുന്നത്, അത് വേഗം ഒന്ന് നോക്കാം. അപ്പൊ സിമ്പിൾ, ട്രയാഗ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് is the method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. എന്താ പറഞ്ഞേ? ജീവന് അപകടകരമായി പരിക്കേറ്റവരും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവരുമായ ഇരകളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു ടാഗാണ് സ്റ്റാർട്ട്. മനസ്സിലായ? ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നതും ഒരു ടാഗ് ആണെന്ന് ഓർക്കാം. START, സിമ്പിൾ, ട്രയാഗ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. അതെങ്ങനെ തിരിച്ചറിയണതാ? ഈ മെത്തേഡ് അണ്ടർലൈൻ ചെയ്തിടാ. സ്റ്റാർട്ടിന്റെ മെത്തേഡ് എന്താ? ക്വിക്ക്ലി റിക്കഗ്നൈസിങ്, പെട്ടെന്ന് തിരിച്ചറിയാൻ. ക്വിക്ക്ലി റിക്കഗ്നൈസിങ് വിക്ടിംസ്. വിക്ടിംസ് എന്ന് വെച്ചാൽ ഏറെയായവര്, എന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ സംഭവിച്ച ഒരുപാട് പേഷ്യൻസ് ഇല്ലേ, അവരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ക്വിക്ക്ലി റിക്കഗ്നൈസിങ് who have immediately, അവർക്ക് പെട്ടെന്ന് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറി, അവര് ജീവിതത്തിൽ അവർക്ക് പെട്ടെന്ന് എന്താ അപകടകരമായിട്ട് അവർക്ക് മുറിവേറ്റത്. ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറി എന്താ? ഭയങ്കര അപകടകരമായിട്ട് അവരുടെ ജീവൻ തന്നെ പോണ രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട്, ഒരു ഇഞ്ചുറി നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് who have the best chance of surviving, അവർക്കുള്ള ഏറ്റവും നല്ല പെട്ടെന്ന് തിരിച്ചറിയാൻ പെട്ടെന്നുള്ള ഒരു ബെസ്റ്റ് ചാൻസ്, അതിജീവിക്കാനുള്ള ഒരു ബെസ്റ്റ് ചാൻസ് ഇത് കൊടുക്കുന്നതാണ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ അണ്ടർലൈൻ ചെയ്തിടാം സ്റ്റാർട്ട് എന്താണ്. അതിന്റെ ഫുൾ ഫോം ഓർക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ഫോർട്ട് സിമ്പിൾ, ട്രയാഗ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. ഫുൾ ഫോം ഓർക്കാം. മെത്തേഡ് ക്വിക്ക്ലി റെക്കഗ്നൈസ് വിക്ടിംസ്, അതും ഓർക്കാം. അണ്ടർലൈൻ ചെയ്തിടാ. പറയണത് കേൾക്കുന്നുണ്ടാ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റാർട്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? is to sort out victims into ambulatory and non-ambulatory by giving verbal instructions. എന്താ പറഞ്ഞേ? അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിലെ ആദ്യ ഘട്ടം ഇരകളെ ആംബുലേറ്ററിയിലും അല്ലാത്തവരുമായിട്ട് തരംതിരിക്കുക എന്നതാണ്. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു ചുറ്റുവട്ടത്ത്, അങ്ങനെയായിട്ടും അല്ലാത്തവരായിട്ടും നമ്മൾ തരംതിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ഈസ് സോർട്ട് ഔട്ട്. സോർട്ട് ഔട്ട് എന്താ? തരംതിരിക്കുക. വിക്ടിംസ് ആരാ? ഈ പേഷ്യൻസിനെ, ഇരകള്. സോർട്ട് ഔട്ടിനെ തരംതിരിക്കുന്നത് അണ്ടർലൈൻ ചെയ്തിടാ. ഇൻടു ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി. ആംബുലേറ്ററി ആയിട്ടും അല്ലെങ്കിൽ ആംബുലേറ്ററിയിലെ ഇല്ലാത്തവരായിട്ടുമാണ് നമ്മൾ തരംതിരിക്കുന്നത്. രണ്ടാമത്തത് റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്താ? ശ്വസനം. അങ്ങനെ നമ്മൾ തിരിക്കും. ശ്വാസം നോക്കിയിട്ട് ശ്വസനം 30 മിനിറ്റ് അവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. 30 മിനിറ്റില് കൂടുതൽ വലിക്കുന്നുണ്ടോ, 30 മിനിറ്റിൽ കുറവ് വലിക്കുന്നുണ്ടോ, ശ്വാസം നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റും ഈ പേഷ്യൻസിന് ഏത് ടാഗ് കൊടുക്കണം. റെഡ് ആണോ കൊടുക്കുക, അർജന്റ് ആണോ, ക്രിട്ടിക്കൽ ആണോ, ഗ്രീൻ ആണോ, നമ്മൾ നോക്കും. അതിന് റെസ്പിറേഷൻ നോക്കും. മൂന്നാമത് എന്ത് നോക്കും? പെർഫ്യൂഷൻ. പെർഫ്യൂഷൻ നോക്കും. റേഡിയോ പൾസ് ഉണ്ടോ എന്ന്. പെർഫ്യൂഷൻ എന്താ? എന്താ? റേഡിയൽ പൾസ് പ്രസന്റ്. ഇപ്പോഴത്തെ പേഷ്യന്റിന്റെ പൾസ് എങ്ങനെ, പൾസ് ഉണ്ടോ എന്ന് നോക്കും അല്ലെ. ഒട്ടും പൾസ് ഇല്ലെങ്കിൽ നമ്മൾ പറയും പേഷ്യന്റ് ഭയങ്കര വീക്കാണ്. അപ്പൊ പേഷ്യന്റിന് നമ്മൾ റെഡ് ടാഗ് കൊടുക്കും, ക്രിട്ടിക്കൽ ആണ്. അപ്പൊ പൾസ് നോക്കണതാണ് പെർഫ്യൂഷൻ. പെർഫ്യൂഷൻ മൂന്നാമത്തെ പെർഫ്യൂഷൻ അണ്ടർലൈൻ ചെയ്തിടാ.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കണത് ആംബുലേറ്ററി അല്ലെങ്കിൽ നോൺ ആംബുലേറ്ററി നോക്കി തിരിക്കും. ഫസ്റ്റ് നമ്മള് സെക്കൻഡ് റെസ്പിറേഷൻ നോക്കും, തേർഡ് പെർഫ്യൂഷൻ നോക്കും. പെർഫ്യൂഷനില് പൾസും ഇപ്പോഴത്തെ പൾസും എങ്ങനെയാണെന്ന് നോക്കും. റേഡിയൽ പൾസും ഇപ്പോഴത്തെ പൾസും, മുമ്പ് പൾസ് എങ്ങനെയാ അങ്ങനത്തെ ഉള്ള കാര്യങ്ങള് പൾസ് നോക്കും. പേഷ്യന്റിന് പൾസ് ഉണ്ടോ ഇല്ലെന്ന്. നെക്സ്റ്റ് ബി എന്താ? കാപ്പിലറി റീഫിൽ. കാപ്പിലറി റീഫിൽ എന്താ? ബ്ലാഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മാനസിക നില, മെന്റൽ സ്റ്റാറ്റസ് നോക്കാൻ അവൾക്ക് എന്ന് വെച്ചാൽ എന്താ? അവർക്ക് ബെഡില് അവരുടെ ബെഡിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. നെയിൽ ബെഡ് എന്ന് വെച്ചാൽ എന്താ? ബ്ലാഞ്ച് ടെസ്റ്റ്. കാപ്പിലറി റീഫിൽ എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ്, ബ്ലാഞ്ച് ടെസ്റ്റ് ആണ് നെയിൽ ബെഡ്. അത് വെറുതെ അങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. ബ്ലാഞ്ച് ടെസ്റ്റ് അത് വരാൻ സാധ്യതയില്ല, ഒരു ടെസ്റ്റ് ആണ്. ഇത് നോക്കിയാൽ മതി. മെന്റൽ സ്റ്റാറ്റസ്. കാപ്പിലറി റീഫിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ മെന്റൽ, അവരുടെ മാനസിക നില, അവൾ അല്ലെങ്കിൽ അവളുടെ ഫ്ലോ കമാൻഡ്സ്, ട്രീറ്റ്മെന്റ് ടൂറിങ് എങ്ങനെയായിരിക്കും ഇത് നോക്കാം. എങ്ങനെയായിരിക്കും മെന്റൽ സ്റ്റാറ്റസ്, അവരുടെ മാനസിക നില. ആ സമയത്ത് ഇങ്ങനെ പേഷ്യൻസ് കിടക്കണേന്റെ അവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും നമ്മൾ നോക്കിച്ചോക്ക്. അവർക്ക് എന്തെങ്കിലും കമാൻഡ്സ് നൽകാൻ പറ്റുമോ? എന്തെങ്കിലും റിപ്ലൈ, നമ്മൾ ചോദിക്കുന്നതിന് റിപ്ലൈ പറയാൻ പറ്റുമോ? അങ്ങനെ നോക്കും നമ്മൾ പേഷ്യൻസിന്, അല്ലെ? ഈ ഡിസാസ്റ്റർ നടന്നു, അങ്ങനെ നൽകാൻ കഴിയുന്നുള്ള ആ സമയത്ത് നമുക്ക് എന്താ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുക, അതിന്റെ ചികിത്സ. അതാണ് കാപ്പിലറി റീഫിൽ എന്ന് പറയുന്നത്. ബ്ലാഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ്, അത് ഇമ്പോർട്ടന്റ് ഇല്ല. ബി നിങ്ങൾ വെറുതെ വായിച്ചാൽ മതി. പിന്നെ സ്റ്റാർട്ട്, ഇത് നോക്കാം. ഇതെന്താ പറഞ്ഞേ? നെക്സ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. നമ്മൾ സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം പഠിക്കാം. എസ് എന്താ? ടി എന്താ? എ എന്താ? ആർ എന്താ? ടി എന്താ? സ്റ്റാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ടിൽ എന്താ? അതിങ്ങനെ ആരംഭിക്കാം. എങ്ങനെ ആരംഭിക്കും? ഓപ്പൺ ദ എയർവേ. എയർവേ തുറക്കൂ. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യൂ? എയർവേ തുറക്കൂ. സ്റ്റോപ്പ് ദ ബ്ലീഡിങ്. സെക്കൻഡ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് നിർത്തും. പിന്നെ എലിവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. നമ്മൾ ഷോക്കിന് വേണ്ടിയിട്ട് കാലുകളൊക്കെ ഇങ്ങനെ എലിവേറ്റ് എന്ന് വെച്ചാൽ എന്താ? പൊക്കും, ഉയർത്തിപ്പിടിക്കും. കാലുകള് പൊക്കും ഷോക്ക് എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓപ്പൺ ദ എയർവേ, സ്റ്റോപ്പ് ദ ബ്ലീഡിങ്, എലിവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. ഈ ഡയഗ്രാം ഒന്ന് നോക്കിയേ. സ്റ്റാർട്ട് ട്രയാസ്. ട്രയാഗിന്റെ എങ്ങനെയാണ് ട്രയാഗ് സ്റ്റാർട്ട് ചെയ്യണേ നോക്കാം. ഇങ്ങനെയാണ് പോണത്. ഈസ് ദ പേഷ്യന്റ് ബ്രീത്തിങ്. ആദ്യം തന്നെ പേഷ്യന്റ്സിന്റെ ശ്വാസം നോക്കും. പേഷ്യന്റ് ശ്വാസം വലിക്കുന്നത്, രോഗിയുടെ ശ്വാസത്തിന്റെ അവസ്ഥ നോക്കും. പേഷ്യന്റ് ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ടോ നമ്മൾ നോക്കും. പേഷ്യൻസിന് ഈസ് ബ്രീത്തിങ്, ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്, ബ്രീത്തിങ്ങിന് ശ്വാസം ഉണ്ടോ നമ്മൾ നോക്കും. ഇപ്പുറത്ത് എഴുതും യെസ് ഓർ നോ. യെസ് ഓർ നോ നമ്മൾ നോക്കി. നോ ആണെങ്കിൽ എന്താ? ഓപ്പൺ പേഷ്യൻസ് എയർവേ, ഈസ് പേഷ്യന്റ്. അപ്പൊ അവിടെ എന്ത് നമ്മൾ കൊടുക്കും? പേഷ്യൻസിന് ബ്രീത്തിങ് ഇല്ല. അപ്പൊ നമ്മൾ അവിടെ എയർവേ, ശ്വാസം കിട്ടാനുള്ള, നമ്മൾ രോഗിക്ക് ശ്വസനനാളം തുറക്കും. രോഗി ശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും, അല്ലെ? പേഷ്യന്റിന് യെസ് ആണ് പറഞ്ഞെങ്കിൽ നമ്മൾ എന്താ ടൈം വെച്ച് നോക്കും. 30 മിനിറ്റ് ഇപ്പുറത്തും 30 മിനിറ്റ് അപ്പുറത്തും വെച്ച് നോക്കും. ബ്രീത്ത് മിനിറ്റിൽ എത്ര ഉണ്ടെന്ന്. അതാണ് ആരോ വെച്ചേക്കണേ. മനസ്സിലായ? അതൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഈ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഒന്നും എക്സാമിന് ചോദിക്കില്ല. പിന്നെ നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ആ 30 മിനിറ്റില് ഫസ്റ്റ് ഈ റേഡിയൽ പൾസ് പ്രസന്റ്. ആ 30 മിനിറ്റ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആ വർക്ക് ചെയ്യണേല് റേഡിയൽ പ്രസന്റ് ആണോ, യെസ് ഓർ നോ നോക്കാം. പിന്നെ കൺട്രോൾ ബ്രീത്തിങ് ആണോ എന്ന് നോക്കാം. ലാസ്റ്റ് എന്താ? ഇതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഡിലേ നോക്കാം. ഇത് വെറുതെ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ വേറെ ഒന്നുമില്ല. ഇത് വെറുതെ ചാർട്ട് മാത്രം. നമുക്ക് പിന്നെ നെക്സ്റ്റ് വരുന്നത്, ഇതില് നമുക്ക് കോഡുകൾ നമ്മൾ പറഞ്ഞില്ലേ, റെഡ്, ഗ്രീന്, 4 കോഡ് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ. ആ കോഡുകൾ നമ്മൾ ഇതിലുണ്ട്. ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്. എന്തെങ്കിലും അപകടം നടന്നാല് ഇത് പ്രതികരിക്കാൻ, റെസ്പോണ്ട് ചെയ്യാനുള്ള കോഡുകൾ. അത് നമുക്ക് 1, 2, 3, 4 പേജ് ഉണ്ട്. പക്ഷെ ഇത് ഫുള്ള് പഠിക്കണമെന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കളറും നമ്മൾ പഠിക്കണം. കോഡ് ബ്രൗൺ എന്തിനു ഉപയോഗിക്കുന്നു, കോഡ് വയലറ്റ് എന്തിനു ഉപയോഗിക്കുന്നു, കോഡ് യെല്ലോ എന്തിനു ഉപയോഗിക്കുന്നു, ബ്ലൂ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി വലിച്ചു വാരിതൊന്നും പഠിക്കണ്ട, പക്ഷെ കളേഴ്സ് നമ്മൾ പഠിക്കണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ ഫുൾ കളർ ഓരോന്നും സിമ്പിൾ ആയിട്ട് ഏതാന്നുള്ളത് ഞാൻ എഴുതി കൊണ്ടുവരാം. അത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, വേറെ ഒന്നും പഠിക്കാനില്ല. ബാക്കി ഒന്നും നോക്കണ്ട, ഇതിലൊന്നും നോക്കണ്ട. ഇമ്പോർട്ടന്റ് എക്സാമിന് വരുന്നത് കോഡുകളുടെ കളറിൽ ഞാൻ എന്താന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ എഴുതി കൊണ്ടുവരാം. അതോടുകൂടി നമ്മുടെ ഈ ഡിസാസ്റ്ററിനുള്ള ചാപ്റ്റർ തീർന്നു. ഇനി ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഹോസ്പിറ്റൽ ബേസ് ഉണ്ട്. അതിന്റെ ശരണ്യ മിസ് നിങ്ങൾക്ക് കുറച്ച് വരെ എടുത്തു തന്നു എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത്
എനിക്ക് ബുധനാഴ്ചയാണ് വരുന്നത്. പക്ഷെ ട്രീസ് സമയത്ത് ചൊവ്വാഴ്ച ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചൊവ്വാഴ്ച വരും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, എന്നാ ശരി, താങ്ക് യു. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.